ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ടുഗദറിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് കണ്ണൂർ ആദികടലായാണ്. നമ്മളിവിടെ ഒരു ബീച്ച് ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളവിടെ സ്റ്റേക്ക് വേണ്ടി പോകുന്നതല്ല, നമ്മൾ ജെറിന് അവിടെ ഒരു വർഷം മുമ്പ് ഒരു CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സർവീസും അവരുടെ പ്രോപ്പർട്ടി പുതുതായിട്ട് എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വർക്കിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഇടുങ്ങി വഴിയാണ്. പിന്നെ നമ്മുടെ ഒമിനി ആയതുകൊണ്ട് നമ്മൾ ഇതിലെപ്പോഴും കയറി പോകുമല്ലോ. നമ്മുടെ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ കെയർ ടേക്കറെ വിളിച്ചിട്ടുണ്ട്. പുള്ളി വന്ന് നമുക്ക് തുറന്നു തന്നു. ഇതാണ് ചെന്ന് കയറുമ്പോഴുള്ള വ്യൂ. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിവിടെ നേരെ നോക്കിയാൽ തന്നെ നമുക്കപ്പുറത്തേക്ക് ബീച്ച് കാണാൻ സാധിക്കും. നേരെ മുമ്പിൽ തന്നെ ഇവരൊരു പൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളല്ല, അതൊക്കെ ഫുൾ ഓർണമെൻ്റൽ ഫിഷിന് ഇട്ടിട്ടുള്ളതാണ്. വലിയ കുറേ മീനുകൾ അതിനകത്തുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് തുടങ്ങും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. 2 നിലകളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, അതിനോട് അനുബന്ധിച്ച് ഒരു കിച്ചണും കാര്യം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പം തന്നെ അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നാലും സീൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അവിടുന്ന് തന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി. അവിടുന്ന് നേരെ കടലിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയി. അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുണ്ട്. ഇറങ്ങി പോകുന്ന വഴിക്കെല്ലാം ഓരോ ജംഗ്ഷൻ പോലെ ഇങ്ങനെ ആക്കിയിട്ട് അവിടെയെല്ലാം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. അവിടെ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. വേറെ 2 സൈഡിൽ നിന്നും ആർക്കും ആക്സസ് ഇല്ല. നമുക്ക് മാത്രമായിട്ട് ആക്സസ് ഉള്ള ഒരു പ്രൈവറ്റ് ബീച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ കടൽ നല്ല മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് കടലും ഭയങ്കര പ്രക്ഷുബ്ധമായിട്ടാണുള്ളത്. അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ല വ്യൂ ആയിരിക്കും ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. താഴെ ബീച്ചിൻ്റെ അവിടെയൊക്കെ നിറയെ കല്ലുകളാണ്. ഈ മേലെ തന്നെ നിൽക്കാനും നമുക്ക് ഇതിലെ കൂടെ നടക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലമുണ്ട്, ഏരിയാസ് ഉണ്ട്. ഇതിൻ്റെ ഇങ്ങനെ മൂലക്കോട്ട് പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു ബദാം ട്രീ ഉണ്ട്. മൊത്തത്തിൽ അവിടെ നിന്നൊക്കെ കാണുമ്പം നല്ല വ്യൂ ആണ്. അവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കടലിൽ കുറേ പേര് ആ മൂലയ്ക്ക് നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെയാണ് നമുക്കിപ്പം പുതിയ പ്രോപ്പർട്ടി എക്സ്റ്റൻഷൻ നടക്കുന്നത്. അവിടെ അതിൻ്റെ ബാക്കി കൺസ്ട്രക്ഷൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് CCTVയും ബാക്കി സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിൻ്റെ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമുക്കിവിടെ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി. ഇന്ന് കടൽ ഭയങ്കര ശോഭമായതുകൊണ്ട് അധികം അതിനുള്ളിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അതിൻ്റെ കൂടെയൊക്കെ കുറച്ച് നടന്നു. ഇവർക്ക് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പുതിയൊരു പ്രോപ്പർട്ടിയുടെ പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെയും പോയായിരുന്നു. അത് ഇതിൻ്റെ തന്നെ വേറൊരു സൈഡ് ഓഫ് ദ ബീച്ചാണ്. അതും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ആ ബീച്ചിലേക്ക് പോയതിൻ്റെ വീഡിയോ വേറെ രീതിയിലായിട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ല കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയായി വീണ്ടും കാണുന്നതിന് വരെ ഗുഡ് ബൈ.